ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എയർ ഫ്രയറിൽ ഡേ 2 നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബണ്ണാണ്, ചിക്കൻ ചീസി ബണ്ണാണ് കേട്ടോ. അതും എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയത് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഇത് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക കേട്ടോ. ഇത് മാവ് നല്ല ലൂസാന്ന് തോന്നിയാൽ കുറച്ചുകൂടെ മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ഈ മാവ് കുഴിക്കുന്ന ആ ഒരു ടൈം തന്നെ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതാ ഞാനിത് മാവൊക്കെ കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയണേ. ഇനി ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പം തന്നെ ഇത് നല്ലോണം പൊന്തി നല്ല സോഫ്റ്റായി വന്നോളും. ഇനി നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഉള്ളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പച്ചമുളക്, ക്യാപ്സിക്കം ഒക്കെ എടുക്കാം. ഞാനതൊന്നും എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് വേവിച്ച ചിക്കൻ ഇല്ലേ, അത് ചെറുതാക്കി കട്ട് ചെയ്തതും വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയത്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പില്ലേ, ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് വാടിൻ്റെ കളറ് മാറി വന്നാൽ മതി, നല്ലോണം കുക്കാവണമെന്നില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കന് ഞാൻ വേവിച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കണം. ഇതിന് മയോനൈസ് വേണമെങ്കിൽ മയോനൈസ് എടുക്കാം, പക്ഷേ ഞാൻ മയോനൈസ് എടുക്കുന്നില്ല. അതിന് പകരം ഞാൻ വൈറ്റ് സോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും പിന്നെ മൈദയും, അപ്പം ഇത് രണ്ടും ഒപ്പരം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയാണ് തോന്നിയാൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയാൽ മതി. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തിക്കായി വരും. നല്ല തിക്കായത്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിന് പകരം മയോനൈസും കെച്ചപ്പും പാടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ മയോനൈസ് വേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി നല്ല എന്താ പറയുക, ഡ്രൈ ആവണ്ട, കുറച്ചൊരു ലൂസി ആയിട്ടുള്ള അങ്ങനെ വേണോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ, അത് എടുത്തിട്ട് ഒന്ന് ബോൾസാക്കി വെക്കാം. ഞാനിപ്പോൾ 4 ബോൾസ് ആക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അത്.
ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഒരു 4 ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് ഈ ബോൾസിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ആ ബൗളിൽ നിന്ന് നമ്മുടെ മാവ് നല്ലോണം പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരി പോലെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ മടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടുക്കാണ്ട് നേരെയും വെച്ച് അങ്ങനെ തന്നെ ആക്കിയാൽ മതി. കുറച്ച് ഫില്ലിങ് കൂടിപ്പോയിട്ടോ, അതാണ് ഞാൻ അതിലേക്ക് തന്നെ ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഇനി എല്ലാം നമുക്ക് ഈ ഒരു ഷേപ്പാക്കി എടുക്കാം. ഇനി എയർ ഫ്രയറിൽ 170 ഡിഗ്രിയിൽ നമുക്ക് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചീസി ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫില്ലിങ് കുറച്ച് ലൂസാക്കി വെക്കണം. കാരണം ഇത് ഇങ്ങനെ വറ്റി ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഫില്ലിങ്ങിലുള്ള ആ സോസ് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.